ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചുമതലയേറ്റു. UDF പ്രതിനിധികളായ S. വിജയകുമാർ പ്രസിഡന്റായും ലക്ഷ്മി വൈസ് പ്രസിഡന്റുമായാണ് സ്ഥാനാരോഹണം ചെയ്തത്. മൂന്നാറിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് UDF ഭരണസമിതി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ പ്രധാന പഞ്ചായത്തുകളിലൊന്നാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായി UDF പ്രതിനിധി S. വിജയകുമാർ, അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റായി ലക്ഷ്മി. എന്നുണ്ട് സന്തോഷം? മികച്ച നല്ല സന്തോഷമുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ഈ ദൗത്യം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചേക്കുന്നത്. പ്രത്യേകിച്ച് ബഹുമാനായ ശ്രീ AK മണി, രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ AK മണി ex-MLA നേതൃത്വത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ സമീപിച്ചപ്പോൾ അവർ കാണിച്ച ഉദ്വേഗവും അതുപോലെ തന്നെ അവർ കാണിച്ച സന്തോഷവുമാണ് ഇന്ന് ഈ സന്തോഷമായിട്ട് കാണുന്നത്. ആദ്യമായി വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിച്ച ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഞങ്ങളുടെ പേരിൽ സ്വന്തം നന്ദി രേഖപ്പെടുത്തുന്നു. അവർ നൽകിയ ഈ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട്, നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ വളരെ ഭംഗിയായിട്ട് മൂന്നാറിൻ്റെ സമഗ്രമായ വികസനത്തിന്, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നിയമത്തിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ വിധത്തിലേക്ക് ചെയ്തു പോകും. വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെയും അതുപോലെ UDF ശക്തിപ്പെടുത്തുന്നതിനും ഈ നാട്ടിലെ വികസനം എത്തിക്കുന്നതിനുമാണ് ഈ ദൗത്യം. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ പാർട്ടി കൂടത്തിൽ നമ്മുടെ പ്രസിഡന്റ്, പിന്നെ വോട്ട് ചെയ്ത് എൻ്റെ വാർഡിലുള്ള വോട്ട് ചെയ്ത എല്ലാ മക്കൾക്കും വേണ്ടി ഈ നല്ലൊരു വികസനത്തിൽ മൂന്നാർ പഞ്ചായത്ത് വോട്ട് ചെയ്ത എല്ലാ മെമ്പർമാർക്കും നന്ദി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ തലവർ, നമ്മുടെ സെക്രട്ടറി, പിന്നെ പാർട്ടിക്കാർ, നമ്മുടെ മെമ്പർമാർ, നമ്മുടെ വിജയകുമാർ സാർ പ്രസിഡന്റായി, എന്നിട്ട് ഞാൻ വൈസ് പ്രസിഡന്റായി മൂന്നാറിലെ നല്ലൊരു വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നെന്ന് ഈ നേരത്തിൽ ഞാൻ പാലിക്കുന്നുണ്ട്. നന്ദി. ഈ മൂന്നാറിനെ അപേക്ഷിച്ച് വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ബസ് സ്റ്റാൻഡില്ല, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവമുണ്ട്. ഇനി ഈ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ. ഉറപ്പായിട്ട് ജനങ്ങളുടെ ആർത്തി അതാണല്ലോ. ജനങ്ങളുടെ ആർത്തി ഉണ്ടായിട്ടാണ് വീണ്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ്, ഒരു പഞ്ചായത്ത് വേണം എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം, മനസ്സും. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു വിജയം കിട്ടിയത്. ആ വിജയം വെറുതെയല്ല, ഈ നാടിന് വേണ്ടി, മൂന്നാറിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒരുപാട് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ, ടാക്സി സ്റ്റാൻഡുകൾ ഉൾപ്പെടെ, പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ ജനങ്ങൾ വന്നു പോയി നിൽക്കാനായിട്ടുള്ള സൗകര്യമായുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ വികസനമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം. കാരണം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് മേഖലയായതുകൊണ്ട് ഈ വരുന്ന വിദേശ സഞ്ചാരികളെല്ലാം മൂന്നാർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. മൂന്നാറിനാണ് ഫസ്റ്റ് ക്ലാസ് സ്ഥലം, നല്ല സ്ഥലം. കൊച്ചി, പഞ്ചാബ് പോലെയാണ് മൂന്നാർ വളരേണ്ടത് എന്നുള്ള ഒരു ധാരണ കൊണ്ട് തീർച്ചയായും അതിനപ്പുറത്ത് ഞങ്ങൾ വികസനം ഉണ്ടാവാനായിട്ടുള്ള താല്പര്യം കാണിക്കും, നടത്തും. ഒരു ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നു വീണ്ടും, അല്ലേ, വികസനത്തിലൂടെ? അതെ, തീർച്ചയായിട്ടും. അതല്ലേ ജനങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണോ അത് നടക്കും. അതുപോലെ മൂന്നാറിനെ അപേക്ഷിച്ച് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ബസ് സ്റ്റാൻഡും പിന്നെ ഈ ഗതാഗതക്കുരുക്കും മാലിന്യ പ്രശ്നങ്ങളെല്ലാം തന്നെ. എങ്ങനെയായിരിക്കും ഇതിലൊരു കാര്യമായി ഇടപെടൽ? പ്രത്യേകിച്ച് വിനീഷ, നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മൂന്നാർ എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായ വിനോദസഞ്ചാര മേഖലയാണ്. മൂന്നാറിനെ ഒരുപാട് നോക്കിക്കാണാം. നമുക്ക് അറിയാം, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുറകിലേക്കുള്ള പോക്ക് അത് നേരെ കൊണ്ട്, കാരണം തോട്ടം തൊഴിലാളികളാണ് കൂടുതൽ അധിവസിക്കുന്നത്. അവരുടെ മക്കൾ ഇന്ന് തോട്ടം തൊഴിലിലേക്ക് പോകാതെ അവർ അടുത്ത് ആശ്രയിക്കുന്ന ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത് ടൂറിസം മേഖല, വിനോദസഞ്ചാര മേഖല. ആ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തണമെങ്കിൽ മൂന്നാറിൽ വരുന്ന വിനോദസഞ്ചാരികളെ നമ്മുടെ അതിഥികളായി കണ്ടുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് മെച്ചപ്പെടുത്തി കൊടുത്ത് ഇന്ന് കാണുന്ന മൂന്നാർ ആയിരിക്കില്ല അടുത്ത 5 വർഷത്തേക്കുള്ള മൂന്നാർ എന്നുള്ള നിലയിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നിങ്ങൾ വേണ്ട മൂന്നാർ ഫോട്ടോ എടുത്ത് വയ്ക്കുക. അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ഇതും കൂടെ ഞങ്ങൾക്ക് മാർക്ക് തരണം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ സാധാരണക്കാരുടെ തൊഴിലാളികൾ തുടങ്ങി അവരുടെ മക്കളും മൂന്നാറിൽ വരുന്ന വിനോദസഞ്ചാരികളെയും ഒരു കൂട്ടായ പ്രവർത്തനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഉപസമിതി ഉണ്ടാക്കിക്കൊണ്ട് ഘട്ടം ഘട്ടമായി 3 ഘട്ടങ്ങളായിട്ട് ഷോർട്ട് ടേം പ്രോഗ്രാം, മിഡ് ടേം പദ്ധതികൾ, ലോങ് ടേം. അപ്പോൾ ഷോർട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ആദ്യം ചെയ്യും. അത് കഴിഞ്ഞ് മിഡ് ടേം 1 കൊല്ലത്തിൽ ചെയ്യാൻ കഴിയുന്നത്, അതോടൊപ്പം തന്നെ ലോങ് ടേം 5 വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കണം. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് സമഗ്രമായിട്ട് എന്തായാലും
ഞങ്ങൾക്ക് നൽകിയ ഈ ആവേശകരമായ ഞങ്ങളോട് ജനങ്ങൾ കാണിച്ചിട്ടുള്ളത് ഒരിക്കലും വിശ്വാസവഞ്ചന ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഈ മൂന്നാറിന് ഒരു കുറവില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ ജനപ്രതിനിധികളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു സമഗ്രമായ വികസനത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. നിയമത്തിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നേതാക്കന്മാരുടെ അകമഴിഞ്ഞ പിന്തുണ ഇന്നും എന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഏതായാലും വലിയൊരു ചലഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ ചലഞ്ച് കൃത്യമായി തന്നെ നിർവഹിക്കും എന്ന് തന്നെയാണ് രണ്ടുപേരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുള്ളൂ. ക്യാമറാമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.